മമതാ ബാനർജി ഒരു പുലിയാണ്. പുള്ളിക്കാരി ഒരു പുലിയാണ്. പക്ഷേ അവർ ഇപ്പോൾ പൂച്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അക്രമം കൊണ്ട് ഒരുപാട് കാലം ഒരു നാടിനെ മുന്നോട്ട് നയിക്കാൻ കഴിയില്ല. കുറച്ച് കാലമൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. കുറച്ച് പേരെ എന്നും പറ്റിക്കാൻ പറ്റും. എല്ലാവരെയും കുറച്ച് ദിവസം പറ്റിക്കാൻ പറ്റും. എല്ലാവരെയും എല്ലാ കാലവും പറ്റിക്കാൻ കഴിയുകയില്ല എന്നുള്ളതാണ് ചരിത്രം. അപ്പോൾ സിദ്ധാർത്ഥ സംഘടനയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് ഭരിച്ചിരുന്നു ബംഗാളിൽ. അവിടെ ക്ഷാമമെല്ലാം വന്നതിൻ്റെ ഭാഗമായും അവരുടെ കോൺഗ്രസിൻ്റെ ഒരു ഭരണ വൈകല്യമൊക്കെ കുറച്ചു കാലം അവരാണ് ഭരിച്ചത്, ഒരുപാട് കാലം ഭരിച്ചു. അതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ കൊണ്ട് ജ്യോതി ബസു, CPMൻ്റെ ജ്യോതി ബസു, വിദേശത്തൊക്കെ പോയി പഠിച്ചിട്ട് വന്നിട്ടുള്ള ഒരു വലിയ കുടുംബത്തിൽ ജനിച്ചിട്ടുള്ള ജ്യോതി ബസു ജനങ്ങളുടെ ഇടയ്ക്ക് സോഷ്യലിസമൊക്കെ പറഞ്ഞപ്പോൾ ജനങ്ങൾ വിശ്വസിച്ചു. അങ്ങനെ ജ്യോതി ബസു ആയിരുന്നു മുഖ്യമന്ത്രി ദീർഘകാലം. അവിടെ പിന്നെ വേറെ ചോദ്യമൊന്നുമില്ല. അനിഷേധ്യനായ നേതാവായിരുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി ആകാൻ വരെ അദ്ദേഹത്തിൻ്റെ പേര് പരിഗണിച്ചതായിരുന്നു പലവട്ടം. അത് കഴിഞ്ഞ് നേരെ ബുദ്ധദേവ് ഭട്ടാചാര്യയിലേക്ക് പോയി. അപ്പോഴും CPM വളരെ ശക്തമായിരുന്നു. ആ സമയത്താണ് നന്ദിഗ്രാമിലും സിംഗൂറിലും ടാറ്റ കമ്പനിയുമായി ബന്ധപ്പെടുത്തി ജനങ്ങളുടെ വിശ്വാസത്തിലെടുക്കാതെ കമ്പനിക്ക് സ്ഥലം കൊടുക്കുന്നതിന്, നാനോ കാർ ഉണ്ടാക്കുന്നതിന് സ്ഥലം കൊടുക്കുന്നതിന് വേണ്ടി വലിയ വെടിവെപ്പും വലിയ സമരമൊക്കെ നടന്നു. അത് വേറൊരു തരത്തിലേക്ക് ബംഗാളിനെയും കൊണ്ടുപോയി, CPMനെയും കൊണ്ടുപോയി. അങ്ങനെ കൊണ്ടുപോയതിൻ്റെ ഫലമായിട്ടാണ് ബംഗാളിൽ CPM തകർന്ന് തരിപ്പണമായി. CPM പാർട്ടി ഓഫീസുകളൊക്കെ വല്ല പശു തൊഴുത്തിനെ കെട്ടുന്ന സ്ഥലങ്ങളും അതിൻ്റെ കഴക്കോലും തടിയും വാതിലും ഒക്കെ ആളുകൾ പറക്കൊണ്ട് പോവുകയും ചെയ്തു. പാർട്ടി ഓഫീസ് വരെ ഇല്ലാത്ത സ്ഥിതിയിലേക്ക് CPM വന്നു. ആരും അവിടെ ഇല്ല. അതിലുള്ളപ്പെടുന്ന ഒരുപാട് ഏരിയ സെക്രട്ടറിമാരും മറ്റാളുകളൊക്കെ ഇവിടെ ബെറോട്ട അടിക്കാനും ഇവിടുത്തെ സാധാരണ ജോലിക്കൊക്കെ വന്നത് ബംഗാളിലുള്ള സീരിയസായി പ്രവർത്തിച്ചിരുന്ന പാർട്ടി പ്രവർത്തകരും നേതാക്കളുമാണ്. അത് ചരിത്രത്തിൻ്റെ മറ്റൊരു തലമാണ്. എന്തായാലും അവിടെ ബംഗാളിലെ മമതാ ബാനർജി അടിച്ചു കയറി പോകുമെന്ന് വിചാരിച്ചു. പക്ഷേ BJP ശക്തമായി അവിടെ തിരിച്ചു വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കോടതിയിൽ കണ്ടത് ദയനീയമായ ഒരു പരാജയമാണ് മമതാ ബാനർജിയുടെ. അവിടെ BJPക്ക് വലിയ ശക്തിയാണ് ഇപ്പോൾ ഉള്ളത്. 1075 സീറ്റ്, 300 സീറ്റ്, 294 സീറ്റോ മറ്റാണ് ഉള്ളത്. 300-ന് താഴെയാണ്. അതിൽ 75 77 സീറ്റ് വരെ BJPക്കുണ്ട്. തീർച്ചയായും BJP അനിഷേധ്യമായ സഖ്യമായി അവിടെ വന്നുകൊണ്ടിരിക്കുകയാണ് NDA. അതേസമയം തന്നെ മമതാ ബാനർജി വല്ലാതെ താഴോട്ട് പോകുന്നു. മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടപടലം പൊട്ടി. പക്ഷേ പൊട്ടിയതിനും ചില മുനിസിപ്പാലിറ്റികൾ അല്ലെങ്കിൽ ചില പഞ്ചായത്തുകൾ അല്ലെങ്കിൽ ചില വാർഡ് തലങ്ങളിലൊക്കെ ചെറുതായി CPM തിരിച്ചു വരുന്നുണ്ട്. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ബംഗാൾ ഒരു ബാലികേറ മല തന്നെയാണ്. പക്ഷേ ആ ബാലികേറ മലയിൽ BJP ഇടിച്ചു കയറുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ചെറിയ വർഷങ്ങൾ കൊണ്ട് തന്നെ BJP ശക്തമായ സാന്നിധ്യമായി. BJP അവിടെ ഭരിച്ചാലും അത്ഭുതമില്ല എന്നുള്ള നിലയിൽ പ്രീ പോൾ സർവേകൾ വന്നുകൊണ്ടിരിക്കുന്നു. കേരളത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തന്നെ തമിഴ്നാട്ടിലും ആസാമിലും പശ്ചിമ ബംഗാളിലും തിരഞ്ഞെടുപ്പ് നടക്കും. അപ്പോൾ വങ്കദേശത്തിൻ്റെ നാട്ടിൽ അല്ലെങ്കിൽ ചുമപ്പിൻ്റെ നാട്ടിൽ ഇപ്പോൾ മമതാ ബാനർജിയാണ് ഭരിക്കുന്നതെങ്കിൽ ഇനി അത് കാവ്യയായി മാറുമോ എന്ന് മാത്രമേ നമുക്ക് സംശയമുള്ളൂ. എന്തായാലും കാവ്യയാകാനുള്ള സാധ്യതയാണ് വളരെ വലുതായി കാണുന്നത്. അമിത്ഷാ അവിടെ തന്നെ ഉണ്ട്, സ്റ്റേ ചെയ്ത് കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുകയാണ്. തീർച്ചയായിട്ടും അത് വലിയ റിസൾട്ട് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ പശ്ചിമ ബംഗാൾ മമതാ ബാനർജി ഇറങ്ങുകയും അവരുടെ കാലം കഴിയുകയും BJPയുടെ കാലം, വസന്തകാലം വരികയും ചെയ്യും. അതിനുള്ള സാധ്യതയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ ബലപ്പെടുത്തുന്ന രീതിയിലുള്ള വളരെ മോശം പ്രവർത്തനങ്ങളാണ് കോടതിയിൽ തന്നെത്താനെ പോയി വാദിച്ചതിലൂടെ, അല്ലാതെ ഈ കാണിച്ചിരിക്കുന്ന ബഹളത്തിലൂടെയൊക്കെ മമതാ ബാനർജി വിളിച്ചു വരുത്തിയിരിക്കുന്നത്. എന്തായാലും രവീന്ദ്രനാഥ ടാഗോറിൻ്റെയും ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെയും സുഭാഷ് ചന്ദ്രബോസിൻ്റെയും ഒക്കെ നാടാണത്. വലിയ മഹത്തായ പാരമ്പര്യമുള്ള വങ്കദേശത്ത് ഇനി അടുത്ത രാഷ്ട്രീയ ഉദയം വരുമോ, BJP അവിടത്തേക്ക് കയറി വരുമോ എന്നുള്ള കാര്യമാണ് കാത്തിരുന്നു കാണാനുള്ളത്.